Good morning. Good morning, ma'am. Good morning. Morning, ma'am. കുട്ടികളൊക്കെ കുറഞ്ഞു തുടങ്ങിയല്ലോ, എന്ത് പറ്റി? തേർഡ് മൊഡ്യൂൾ ആയിട്ട് എല്ലാരും പോയോ? ഓക്കെ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. സുഖല്ല എല്ലാവർക്കും? ഫുഡൊക്കെ കഴിച്ചോ? ഓക്കെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ അല്ലെ? 7 എലമെന്റ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞത് സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ്, കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്, ഓക്കെ, കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്, അതുപോലെ ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നോക്കാം കേട്ടോ. ഡിറ്റർമൈൻ എ ബഡ്ജറ്റ്. ഓക്കെ, എന്താണ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോ? എന്താ ബഡ്ജറ്റ്? എന്തായിരിക്കും ബഡ്ജറ്റ്? ഗസ് ചെയ്യാൻ പറ്റുമോ ബഡ്ജറ്റ് എന്താണെന്ന്? എന്തായിരിക്കാം ബഡ്ജറ്റ്? നിങ്ങൾ വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? എസ്റ്റിമേറ്റ് ഇൻകം അല്ലെ? വരവ് ചെലവ് കണക്കുകൾ അല്ലെ? ഓക്കെ, നമ്മൾ ഇങ്ങനെ ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക് ഇത്ര, അല്ലെങ്കിൽ 2 കിലോ വെളിച്ചെണ്ണയ്ക്ക് ഇത്ര ശതമാനം, ഇത്ര പെർസെന്റേജ് എമൗണ്ട് വേണം, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് നീക്കി വെക്കും നമ്മൾ. അതുപോലെ തന്നെ നമ്മൾ അരി വാങ്ങിക്കുമ്പോൾ ഇത്ര 5 കിലോ അരിക്ക് ഇത്ര എമൗണ്ട് അല്ലെ? നമ്മളിങ്ങനെ മാറ്റി വെക്കാറുണ്ട് അല്ലെ? ഓക്കെ, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലെ? നോക്കാം. Examining financial information and come up with a marketing budget. Marketing budgets will be different by the types of a market a practice is in, the age of practice, and if the practice has a marketed before. There is no standards for how much a practice should take. അപ്പൊ എന്താണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിനെ എന്താണ് ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കിയിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോ വീട്ടിലേക്ക് ഒരു ബഡ്ജറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര എന്താണ് വരുമാനമുണ്ട്, അതിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെ? ഓരോ സാധനങ്ങൾക്കും ഇത്ര തുക വെച്ച് നീക്കി വെക്കാനായിട്ട്. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കിയിട്ട് വേണം നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്, സെറ്റപ്പ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റ് പ്ലാനും അനുസരിച്ച് ബഡ്ജറ്റിന് മാറ്റങ്ങൾ വരാനായിട്ട് ഇടവരുന്നുണ്ട്. ഓരോ പ്ലാനുകളും ഓരോ പ്രൊഡക്റ്റ് പ്ലാനുകളും അനുസരിച്ചിട്ട് ഈ ബഡ്ജറ്റിന് എന്താണ് മാറ്റങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി എങ്ങനെയൊക്കെയാണ് നോക്കി? മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വിൽ ബി ഡിഫറെന്റ് ബൈ ദ ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഈസ് എ പ്രാക്ടീസ് ഈസ് ഇൻ. എന്താണ്? ഏത് തരത്തിലുള്ള സർവീസ് ആണ് കൊടുക്കേണ്ടത്? ഇപ്പൊ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മള് പൊതുജനങ്ങൾക്ക് അല്ലെ, അവിടെ വരുന്ന പേഷ്യൻസിന് നമ്മൾ എത്തരത്തിലുള്ള സർവീസ് ആണ് കൊടുക്കേണ്ടത് അതനുസരിച്ചിട്ട്. അതുപോലെ തന്നെ എന്താണ് the age of the practice? എന്താണ്? എത്ര ഇയർ നമുക്ക് ഈ സർവീസുകൾ കൊടുത്ത് പരിചയമുണ്ട്, അല്ലെങ്കിൽ എത്ര ഇയേഴ്സ് നമുക്ക് പരിചയങ്ങളുണ്ട് നോക്കണം. പിന്നെ എന്താണ്? if the practice has marketed before. എന്താണ്? ഇതിനു മുൻപ് ഈ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും പരിചയം ഉണ്ടായിട്ടുണ്ടോ, മുൻപ് പരിചയങ്ങൾ നമുക്ക് ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് എന്താണ് ബഡ്ജറ്റ് പ്ലാൻ, അതിൽ എന്താണ് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇനി എന്താണ്? there is no standards or
for how much a practice should take. എന്താണ് ഇത്ര രൂപയ്ക്കുള്ളിൽ നിന്ന് നമുക്ക് എന്താണ് ഈ നമുക്കൊരു ബഡ്ജറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫിക്സ്ഡ് മാനദണ്ഡങ്ങൾ വെക്കാനായിട്ട് പറ്റില്ല. ഇത്ര രൂപയ്ക്കുള്ളിൽ നമുക്ക് ഈ സർവീസ് കൊടുക്കാം എന്നുള്ളത് നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്, ഇപ്പൊ പുതിയതായിട്ട് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സർവീസ് ആണെങ്കിൽ നമുക്കറിയാൻ പറ്റുള്ളത് എത്ര നല്ലത് ഗുണനിലവാരമുണ്ട് അല്ലെങ്കിൽ എത്ര രീതിയിൽ നമുക്ക് അത് എന്താണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, ഞാനിപ്പോ ഒരു പുതിയൊരു ഒരു കട തുടങ്ങി, ഒരു ഷോപ്പ് ആരംഭിച്ചു. ഞാൻ പുതിയതായിട്ടാണ് ആരംഭിച്ചത്, ഒരു ന്യൂ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ ആരംഭിച്ചത്. അപ്പൊ എന്താണ്, എനിക്ക് അറിയാൻ പറ്റില്ല അല്ലെ എത്ര നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര അതിന് ആ മാർക്കറ്റ് അല്ലെങ്കിൽ ആ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര വരുമാനം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് അറിയാൻ പറ്റില്ല. ഇനി നോക്കി, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണെങ്കിലോ 2 വർഷം മുമ്പ് ഇത് ആരംഭിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഈ വർഷം എത്ര നമുക്ക് ഈ എന്താണ് നമ്മുടെ ഈ ഷോപ്പിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ളത് അയാൾക്ക് അറിയാൻ പറ്റും. കാരണം എന്താണ്, അയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്ക് എത്ര അറിയാൻ പറ്റില്ല. നമ്മുടെ ഒരു ഗ്രോസ് ആനുവൽ ഇൻകത്തിൽ നിന്ന് അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇഫ് ദ പ്രാക്ടീസ് ഈസ് ന്യൂ വി ക്യാൻ ഹോപ്പ് to spend 10% or more of our annual gross income in first year you carry out the plan. അപ്പൊ എന്താണ്, നമുക്ക് ഏതൊരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യം കുറച്ച് നാൾ എന്താണ് കുറച്ച് പണം ചെലവാക്കേണ്ടതായിട്ട് വരും അല്ലെ, ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും. അപ്പൊ നമുക്ക് ഇത്ര മാനദണ്ഡം എന്ന് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. പുതിയതായിട്ട് ഒരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല നമുക്ക്. ഇനി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് അറിയാൻ പറ്റും ഇന്ന വർഷങ്ങളിൽ ഇത്ര എമൗണ്ട് വേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, നമ്മുടെ ഒരു ഗ്രോസ് ഇൻകത്തിൽ നിന്ന് ഏതൊരു ബിസിനസ് നമുക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഗ്രോസ് ഇൻകത്തിൽ നിന്ന് ഒരു 10% എങ്കിലും നമുക്ക് ചിലവാക്കേണ്ടതായിട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അത്രയും ഉള്ളതിനകത്ത് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഡിറ്റർമൈൻ എ ബഡ്ജറ്റ്. നമ്മൾ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ആകെ വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത 10% അല്ലെങ്കിൽ 10% ഓഫ് എന്താണ് ഇൻകം അല്ലെങ്കിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ചെലവ് ആക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് 10% നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. ഇനി നോക്കാം, ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഓക്കെ, സ്ട്രാറ്റജീസ് എന്താണ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാല് എന്താണ് സ്ട്രാറ്റജി? ഐഡിയാസ് അല്ലെങ്കിൽ എന്താണ് തന്ത്രങ്ങളാണ് അല്ലെ. ഓക്കെ, തന്ത്രങ്ങൾ. ഓക്കെ, ഇനി നമ്മള് ഒരു ഹോസ്പിറ്റലിൽ ഒരു പുതിയതായിട്ട് നമ്മള് പേഷ്യൻസിനെ കൊണ്ടുവരാനായിട്ടുള്ള തന്ത്രങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നോക്കാം, സം ഓഫ് ദി മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഫസ്റ്റ് വൺ, പ്രൊവൈഡ് patient satisfaction training section to staff. എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഒരു ട്രെയിനിങ്ങുകൾ ആർക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യണം? ഈ സ്റ്റാഫിന്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് സാറ്റിസ്ഫൈ ആയിട്ട് പോകേണ്ടതായിട്ടുള്ള ആ ട്രെയിനിങ്ങുകൾ അവരോട് പെരുമാറാനായിട്ടും അവർക്ക് ഓരോ കെയർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, അവരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ എന്താ, ഡെവലപ്പ് എ പേഷ്യന്റ് സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം വിത്തിൻ ദ പ്രാക്ടീസ് വെബ്സൈറ്റ് ടു ഗെറ്റ് റൈഡ് ഓഫ് ദി നീഡ് ടു ടെലഫോൺ ഓൺ ദി ഓഫീസ് ഫോർ ആൻ അപ്പോയിന്റ്മെന്റ്. ഇനി എന്താണ്, നിങ്ങൾക്ക് പറയാൻ പറ്റും ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് ഇല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റ് വഴി അല്ലെ,
ഓൺലൈനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ കാര്യങ്ങളും അല്ലെ. ഇപ്പൊ നമുക്ക് അടുത്ത ആഴ്ച ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിലൂടെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഏത് ഡോക്ടറെയാണ് നമുക്ക് ഇഷ്ടമുള്ള ടൈമില്, നമുക്ക് ഇഷ്ടമുള്ള ഡോക്ടറെ, നമുക്ക് ഇഷ്ടമുള്ള ഡേ അല്ലെ, നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്? ഓരോ തന്ത്രങ്ങളാണ് അല്ലെ, കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ പേഷ്യൻസിനെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുത്താനായിട്ടുള്ള അവര് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ എന്താണ്? തന്ത്രങ്ങളാണെന്നാണ് പറയുന്നത്. മേക്ക് ദ റിസപ്ഷൻ റൂം ഡെക്കർ ബെറ്റർ. ഡെക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെക്കറേറ്റ് ചെയ്യുക, അതാണ് അവിടെ മീനിങ് വരുന്നത്. ഡെക്കറേറ്റ്, നല്ല രീതിയിൽ റിസപ്ഷൻ റൂം അല്ലെ. റിസപ്ഷൻ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു പ്ലേസ് ആണ് റിസപ്ഷൻ ഏരിയ എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്കറിയാം, ഒരു വീട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ എന്താണ് അവിടെ അലങ്കോലമായിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്കറിയാൻ പറ്റും, എന്താണ് വൃത്തിയില്ല അല്ലെങ്കിൽ എന്താണ് അലങ്കോലം അല്ലെ. നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഒരു എന്താണ് നല്ല രീതിയിലാവില്ല അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഭാഗം അല്ലെ, നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് റിസപ്ഷൻ ഏരിയ ആണ്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് നീറ്റ് ആയിട്ടും അടുക്കും ചിട്ടയോടും കൂടിയിട്ട് വെക്കണമെന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ്? പ്രൊവൈഡ് നെയിം ടാഗ് ഫോർ സ്റ്റാഫ് അല്ലെ. നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും അല്ലെ, നമുക്ക് കുഞ്ഞുമക്കളെയൊക്കെ സ്കൂളിലേക്ക് വിടുമ്പോൾ അവർക്ക് ടാഗ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് ഏതൊരു സ്ഥാപനത്തിലേക്ക് സ്റ്റാഫിന് എന്തുണ്ട്? നെയിം ടാഗുകൾ ഉണ്ട്. അവരെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു നല്ല രീതിയിലുള്ള ഒരു കാര്യമാണ് നെയിം ടാഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക്, അതുപോലെ തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? കോൾ ഫോർ എ സ്റ്റാഫ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽസ് ടു ഈച്ച് ന്യൂ പേഷ്യൻസ്. ഇപ്പൊ ഒരു പുതിയൊരു പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ അവർക്ക് എന്താണ്, ഇപ്പൊ ലാബ് എവിടെയാണ്, അല്ലെങ്കിൽ അവർക്ക് പോണ ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ്. ഇപ്പൊ റേഡിയോളജി ആവാം, അല്ലെങ്കിൽ ENT ആവാം, ഓർത്തോ ആവാം. അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് ചിലവർക്ക് അറിയുന്നുണ്ടാവില്ല. പുതിയതായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക്, നിങ്ങൾക്കറിയാം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, ചിലപ്പോ നമ്മൾ കയറുന്ന വഴിയായിരിക്കില്ല ഇറങ്ങുന്നത് അല്ലെ, നമ്മൾ മാറിപ്പോവാം അല്ലെ. പല സ്ഥലങ്ങളിലേക്ക് പോവാനായിട്ട് പറ്റും. നമുക്ക് തിരിച്ചു വരാനായിട്ട് വഴി അറിയാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് പുതിയ പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവർക്ക് എവിടെയാണ് സ്ഥലങ്ങൾ എന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? അവരെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് അവരുടെ കൂടെ ഒരു സ്റ്റാഫിനെയും കൂടി വിടേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളും കൊടുക്കുക. അപ്പൊ എന്താണ്, അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതുപോലെ തന്നെ അവരെ കെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുന്നുണ്ട് എന്നൊരു ഫീലിംഗ് അവർക്ക് കിട്ടുന്നുണ്ട്. ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ് ആണ് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എന്താ? കണ്ടക്ട് പോസ്റ്റ് എൻകൗണ്ടർ ടെലഫോൺ ഇന്റർവ്യൂസ് വിത്ത് ന്യൂ പേഷ്യൻസ് വിത്തിൻ 3 days ഓഫ് their അപ്പോയിന്റ്മെന്റ്സ്. അപ്പൊ എന്താ പറയുന്നത്? കണ്ടക്ട് പോസ്റ്റ് എൻകൗണ്ടർ ടെലഫോൺസ് ഇന്റർവ്യൂസ്. ഇപ്പോ നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും അല്ലെ. അത് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞ പേഷ്യൻസിന് വിത്തിൻ 3 daysനുള്ളില് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരും. എന്തിനു വേണ്ടിയിട്ടാണ്? അവര് വിളിച്ചിട്ട് അവര് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുണ്ടോ, എന്തെങ്കിലും അസുഖങ്ങള് കൂടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും വിഷമങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കോൾ ചെയ്യുന്നത്. ഹെൽത്ത് നല്ല രീതിയിലാണോ, അല്ലെങ്കിൽ ഡോക്ടറെ കാണേണ്ടതുണ്ടോ, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പേഷ്യൻസ് ഡിസ്ചാർജ് ആയി പോയ വിത്തിൻ 3 daysനുള്ളിൽ ഇങ്ങനെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ അതൊക്കെ അങ്ങനെ പേഷ്യൻസിന് നല്ല രീതിയിൽ ഒരു ഫീലിങ്സ് കൊടുക്കുന്നുണ്ട്. അവർക്ക് അറിയാൻ പറ്റും നമ്മളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്, നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ വിളിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫീലിംഗ് പേഷ്യൻസ് അപ്പൊ എന്ത് പറയും? മറ്റുള്ളവരോട് ഇത് പറയാനായിട്ട് ഇടവരും. അപ്പൊ പല പേഷ്യൻസും അവിടെ പോയിട്ട് ഡോക്ടറെ കാണാനായിട്ടും ആ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടും ഇടവരുന്നുണ്ട്. ഇതൊക്കെ ഹോസ്പിറ്റലിന്റെ തന്ത്രങ്ങളായിട്ടാണ്, മാർക്കറ്റിംഗ് തന്ത്രങ്ങളായിട്ടാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത്
പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ട്രെയിനിങ് സെഷൻ ഈ സ്റ്റാഫുകൾക്ക് കൊടുക്കണം എന്നുള്ളത് ട്രെയിനിങ് ആയിട്ട് അവരെ എന്താണ് പരിശീലനം നൽകണം. അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റങ്ങൾ അല്ലെ, അവർക്ക് ഓൺലൈൻ വഴി പേഷ്യൻസിന് അവരുടെ ഇഷ്ടപ്രകാരം ഓൺലൈൻ വഴി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കയറി ചെല്ലുന്ന റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇട്ടിരിക്കണം. അതുപോലെ തന്നെ നെയിം ടാഗ്സ് ഉണ്ടായിരിക്കണം സ്റ്റാഫിന്. അതുപോലെ ന്യൂ പേഷ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓരോ മേഖലകളും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അറിയാനായിട്ട് സാധിക്കില്ല. അവർക്ക് പോകേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി ഒരു സ്റ്റാഫിനെ അവരുടെ കൂടെ പറഞ്ഞയക്കാം, ഇവിടെയാണ് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ മതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പേഷ്യൻസ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് വിത്തിൻ 3 ഡേയ്സിനുള്ളിൽ അവരെ കോൺടാക്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് അല്ലെ, ഹെൽത്ത് ബെറ്ററായോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ വീട്ടിലേക്ക് പോയപ്പോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ടെലിഫോൺ വഴി ഇന്റർവ്യൂസ് നടത്താം, ടെലിഫോൺ കോൾ ചെയ്യാം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് നോക്കി, ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാല് നടപ്പിലാക്കുക. ഓക്കെ, ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയ പട്ടിക. ഇപ്പൊ ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ നോക്കാം. ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ഈസ് എ ടൈം ലൈൻ ദാറ്റ് ഷോസ് which marketing actions will be done when and by whom. Okay, underline ചെയ്തു വെക്കാം. എന്താണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈസ് എ ടൈം ലൈൻ അല്ലെ, ഒരു സമയരേഖ അല്ലെ, സമയരേഖയാണ് എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഷോസ് which marketing actions will be done when and by whom. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ. എന്താണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങള് എപ്പോൾ ആരിലൂടെ ചെയ്യണം എന്ന് കാണിക്കുന്ന ഒരു സമയരേഖയാണ് എന്ത് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ. മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ എപ്പോൾ ചെയ്യണം, ആരിലൂടെ ചെയ്യണം എന്ന് കാണിക്കുന്ന സമയരേഖ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് HA ക്ലാസ് തുടങ്ങി അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ക്ലാസ് തുടങ്ങി. നിങ്ങൾക്ക് അപ്പോ ഫസ്റ്റ് എന്താണ് ടൈം ടേബിൾ തന്നിട്ടുണ്ടാവും അല്ലെ. ഇന്ന ദിവസം ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഫസ്റ്റ് പീരീഡ് ഈ ടീച്ചറാണ്, സെക്കൻഡ് അവർ ഈ ടീച്ചറാണ്. ഇനി ട്യൂസ്ഡേ ആണെങ്കിൽ സെക്കൻഡ് അവർ ഈ ടീച്ചർ, എന്താണ് ഫസ്റ്റ് അവർ വേറെ ടീച്ചറാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഒരു ടൈം ടേബിൾ തന്നിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഇവിടെയും ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു സമയരേഖയാണ് എന്തിനെ കുറിച്ചുള്ള മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങള് എപ്പോൾ
ആരിലൂടെ നടത്തണം എന്ന് കാണിക്കുന്ന സമയരേഖയാണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, when creating the schedule, carefully take into consideration how the activities will influence the current practice operations and whether they are enough resources such as staff, time, money to fulfill the necessary task. അപ്പൊ എന്താണ് പറയുന്നത്? രണ്ട് കാര്യങ്ങൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോ ഉണ്ടാക്കുമ്പോ എന്താണ് അത് രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. How the activity will influence the current practice operations and were there are enough resources to fulfill the necessary task. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എന്താണ്? പുതിയൊരു സർവീസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് നിലവിലുള്ള സർവീസുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് കൺസിഡറേഷൻ, ഫസ്റ്റ് പരിഗണിക്കേണ്ട കാര്യം എന്താണെന്നാണ് പറയുന്നത്? ഒരു പുതിയൊരു ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് എന്താണ് നിലവിലുള്ള സർവീസുകൾക്ക് അവരെ ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ പുതിയ സർവീസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള വിഭവങ്ങൾ അല്ലെ, ഇനഫ് റിസോഴ്സസ് ഉണ്ടോ അല്ലെ, വിഭവങ്ങൾ ഉണ്ടോ എന്നുള്ളത്. ആരൊക്കെയാണ് വിഭവങ്ങൾ എന്ന് പറയുന്നത്? സ്റ്റാഫ്, ടൈം, മണി. ഇത്രയും കാര്യങ്ങൾ അവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂളിൽ വരുന്നത്. ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സമയരേഖയാണ് അല്ലെ. ദാറ്റ് ഷോസ് വിച്ച് മാർക്കറ്റിംഗ് ആക്ഷൻസ് വിൽ ബി ഡൺ വെൻ ആൻഡ് ബൈ ഹൂം. ഇനി എന്താണ് മാർക്കറ്റിംഗ് ആക്ഷൻസ് എപ്പോൾ ആരിലൂടെ ചെയ്യണം എന്നുള്ളത് കാണിക്കുന്ന സമയരേഖയാണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ സർവീസ്, ഒരു പുതിയ സർവീസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പഴയ സർവീസിനെ ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ? അതുപോലെ തന്നെ പുതിയൊരു സർവീസ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയ അല്ലെങ്കിൽ ചെയ്യാനായിട്ടുള്ള വിഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഏതൊക്കെയാണ് വിഭവങ്ങൾ എന്ന് പറയുന്നത്? സ്റ്റാഫുകള്, ടൈം ഉണ്ട്, അതുപോലെ തന്നെ മണി. ഇത്രയും കാര്യങ്ങൾ അവിടെ അവൈലബിൾ ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ക്രിയേറ്റ് ആൻ ഇവാലുവേഷൻ പ്രോസസ്. Evaluate plans frequently by comparing your progress with the implementation schedule. There are several ways you can change the result of your progress: patient service scores, referral scores, increased income, increased new patient and decreased complaints. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു ഇവാലുവേഷൻ പ്രോഗ്രസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇവാലുവേഷൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പുതിയൊരു കാര്യവും പഴയൊരു കാര്യവും കൂടി കമ്പയർ ചെയ്തിട്ടാണ് ഈ പുതിയൊരു സർവീസ് എന്തോരം നമ്മൾക്ക് പുരോഗതി ഉണ്ടെന്ന് തീരുമാനിക്കുന്നത് അല്ലെ. ഇപ്പൊ ഒരു നമ്മുടെ ഓർഗനൈസേഷൻ ഒരു പുതിയ സർവീസ് കൊണ്ടുവന്നു. ആ പുതിയ സർവീസ് കൊണ്ടുവന്നപ്പോ പഴയ സർവീസുകളും എന്ത് ചെയ്തു? പഴയ സർവീസുകൾ അവിടെ ഓൾറെഡി ഉള്ള സർവീസുകളും പുതിയ സർവീസും കൂടി കമ്പയർ ചെയ്തുകൊണ്ട് ആ പുതിയ സർവീസിൽ എന്തോരം പ്രോഗ്രസ് ഉണ്ടെന്ന് നമുക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? പുതിയൊരു കാര്യവും പഴയൊരു സർവീസും കൂടി കമ്പയർ ചെയ്തുകൊണ്ട് പുതിയ സർവീസിന് എന്തോരം എന്തുണ്ട് പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഏതൊക്കെ വേയിലൂടെയാണ് ഇങ്ങനെയുള്ള പ്രോഗ്രസ് നമ്മൾ കണ്ടെത്തുന്നത്? There are several ways you can judge the result of your progress. എന്തൊക്കെയാണ്? പേഷ്യന്റ് സർവേ സ്കോർസ്, പേഷ്യന്റ് സർവേ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റഫറൽ സ്കോർസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൽ നിന്ന്, പേഷ്യൻസിൽ നിന്ന് ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ഇൻകം അല്ലെ,
പുതിയൊരു സർവീസ് വന്നപ്പോ എന്ത് ചെയ്തു, നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് ഇൻക്രീസ് ആക്കാനായിട്ട് പറ്റി. അത് നമുക്ക് എന്താണ്, ആ ഇൻക്രീസ്ഡ് ഇൻകത്തിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് പുരോഗതി ഉണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ന്യൂ പേഷ്യൻസ് അല്ലെ, പുതിയ പേഷ്യൻസ് നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരാൻ തുടങ്ങുമ്പോൾ എന്താണ്, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത പുതിയ സർവീസ് നല്ല രീതിയിൽ പുരോഗതിയുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും അട്രാക്ട് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിക്രീസ്ഡ് കംപ്ലൈൻസ് കുറവാണ് എന്നുള്ളത് നമുക്ക് അതിലൂടെ കണ്ടെത്താനായിട്ട്, പുതിയൊരു സർവീസ് തുടങ്ങുന്നതിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്സിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? രണ്ട് കാര്യങ്ങളും ഒന്ന് വായിച്ചു നോക്കിയേ. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മളെ എന്താണ് 7 എലമെന്റ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ മുമ്പ് എന്താണ് പഠിച്ചത്? 2 സ്റ്റെപ്പിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ 2 സ്റ്റെപ്പാണ്. എന്ത്? മാർക്കറ്റിംഗ് പ്ലാനും ഉണ്ട്, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനും ഉണ്ട്. അതിലെ മാർക്കറ്റിംഗ് പ്ലാനിൽ 7 എലമെന്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വരുന്നത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. Okay, marketing communication. Marketing communication is the most noticeable of any of the marketing mixed variables. Marketing mixed variables എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. Mixed variables എന്ന് പറയുന്നത് 4 P's of marketing, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മിക്സ് സ്ട്രാറ്റജീസ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഓർക്കുന്നുണ്ടോ? മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആയാലും 4 P's ഓഫ് മാർക്കറ്റിംഗും ഏതൊക്കെയാണ്? 4 P's പണിവാളിയല്ലേ? വാളിയാ നോക്കിയാ ഓർക്കണ്ട? ഓക്കെ. പ്രൊഡക്റ്റ് ഉണ്ട്, പിന്നെന്താ? പ്രൈസ്, പ്ലേസ്, പ്രമോഷൻ. അതാണ് 4 P's. അതുപോലെ തന്നെ സ്ട്രാറ്റജീസും അറിയാലോ. ഓക്കെ, അപ്പോ എന്താണ് 4 P's? അതുപോലെ തന്നെ ഫോർ മാർക്കറ്റിംഗ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതില് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ അല്ലെ. ഇനി എന്താണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് a number of elements that make up the marketing communication mix. ഇതൊക്കെയാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എലമെന്റ്സുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെ എലമെന്റ്സുകളാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? അഡ്വർടൈസിംഗ് അല്ലെ, അതുപോലെ തന്നെ പേഴ്സണൽ സെല്ലിംഗ്, വ്യക്തിഗത വിൽപ്പന, സെയിൽസ് പ്രമോഷൻ, ഓക്കെ, അതുപോലെ തന്നെ പബ്ലിസിറ്റി,
ഇനി എന്താ ഡയറക്റ്റ് മാർക്കറ്റിംഗ്, സൈബർ മാർക്കറ്റിംഗ് അറിയാലോ, ഓൺലൈൻ മാർക്കറ്റിംഗ്. ഇത്തരം കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെന്റ് എലമെന്റുകൾ ഉണ്ട്. ഈ എലമെന്റുകൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഏതൊക്കെയാണെന്നാണ് നമ്മൾ താഴെ പറഞ്ഞത്. ഏതൊക്കെയാണ്? അഡ്വർടൈസിംഗ് ഉണ്ട്, പേഴ്സണൽ സെല്ലിംഗ് ഉണ്ട്, സെയിൽസ് പ്രൊമോഷൻ ഉണ്ട്, പബ്ലിസിറ്റി ഉണ്ട്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, സൈബർ മാർക്കറ്റിംഗ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. മെത്തേഡ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ്. ഫ്യൂ മാർക്കറ്റിംഗ് മെത്തേഡ്സ് ആണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പ്സ്, അവയർനെസ് പ്രോഗ്രാംസ് ഫോർ consumers, medical camps, website marketing to different avenues such as the corporate insurance companies, smaller healthcare organizations, ensuring international patients through medical tourism and a promotional package for various occasions. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്? മാർക്കറ്റിംഗ് മെത്തേഡ്സുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മെത്തേഡ്സുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പ്സുകൾ. നമ്മളുടെ ഇപ്പോ നാട്ടിലൊക്കെ ക്യാമ്പുകൾ വെക്കാറില്ല. ഇപ്പൊ കണ്ണ് പരിശോധന, അതുപോലെ തന്നെ എന്താ BP ചെക്കിങ്, അതുപോലുള്ള പല അസുഖങ്ങളെ കുറിച്ചുള്ള അവയർനെസ് പ്രോഗ്രാംസ് തരുന്നുണ്ട് കസ്റ്റമേഴ്സിന് മെഡിക്കൽ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. ഓരോ കാര്യങ്ങളും ഓരോ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ വന്ന് ക്ലാസ് എടുക്കാറുണ്ട് അല്ലെ. നമ്മളിപ്പോ ചിലപ്പോ ഹാളിലായിരിക്കാം, ഒരു ഹാള് നമ്മുടെ എല്ലാവർക്കും വരാവുന്ന രീതിയിലുള്ള ഹാളില് നമ്മള് എന്താണ് ആ ചെറിയ പ്രദേശത്ത് ആളുകൾ കൂടിയിട്ട് അവർക്ക് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. ഹെൽത്തിൽ നിന്നൊക്കെ ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ട് ഇല്ലേ. അതൊക്കെയാണ് എന്താണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ എന്താണ് ഇൻഷുറൻസ് കമ്പനീസ്, അതുപോലെ തന്നെ സ്മോളർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, ചെറുകിട ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഒക്കെ, ഇതൊക്കെ എന്താണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇവര് എന്താണ് ഹോസ്പിറ്റലുമായിട്ട് ഒരു ചെറിയൊരു ടൈപ്പ് ഉണ്ടാവും. ഓക്കെ, ഇൻഷുറൻസ് കമ്പനീസ് ആയാലും അതുപോലെ തന്നെ സ്മോളർ ഹെൽത്ത് ഓർഗനൈസേഷൻസ് ഒക്കെ ആയാലും ഹോസ്പിറ്റലുമായിട്ട് ചേർന്നുകൊണ്ട് ചെറിയൊരു ടൈപ്പ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് വെബ്സൈറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ പറ്റും. പിന്നെ എന്താ പറയുന്നത്, ഈ ഇന്റർനാഷണൽ ആയിട്ടുള്ള പേഷ്യൻസ് ഇല്ലേ, പേഷ്യൻസ് ഒക്കെ വന്നിട്ട് നമുക്ക് ഇവിടെ എന്താ ടൂറിസം ഫീസിലൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റുകൾ എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എന്താണ് കൂടുതൽ പ്രൊമോഷൻ പാക്കേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് effective marketing, hospital marketing is fulfilled by developing smart and സെൻസിബിൾ അഡ്വർടൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്. ഇവിടെ പറയുന്നത് ഫലപ്രദമായിട്ടുള്ള ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ പൂർത്തീകരണം നടക്കണമെങ്കിൽ സമർത്ഥമായതും അതുപോലെ വിവേകപൂർണമായിട്ടുള്ള പരസ്യ വിപണന ക്യാമ്പയിനുകൾ വികസിപ്പിക്കണം. ഇപ്പോ പല ആഡ്സുകൾ നമ്മൾ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ആളുകൾക്ക് അത് മനസ്സിലാവണം അല്ലെ. എന്താണ് നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും ഒരു ആഡ്, ഒരു പരസ്യം നമ്മുടെ ടിവിയിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് കുറച്ച് 1-2 മിനിറ്റ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ ഇല്ലേ. പക്ഷെ അതിന്റെ കൺസെപ്റ്റ് എന്താണ്? കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം ഉണ്ടാക്കേണ്ടത്. മനസ്സിലായോ? ഒരു ആഡ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ കൂടുതൽ നേരം ആളുകളെ ബോറടിപ്പിക്കാറുണ്ട്. കൂടുതൽ നേരം ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബോറടി ആയിരിക്കും. പക്ഷെ എങ്ങനെയാണ് ആഡ്സുകൾ തയ്യാറാക്കേണ്ടത്? ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആഡ്സുകൾ എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കേണ്ടത്? ചെറിയ രീതിയിൽ അല്ലെ, ചെറിയ 1-2 മിനിറ്റുകളിൽ. അതുപോലെ തന്നെ അതിന്റെ കൺസെപ്റ്റ് പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇങ്ങനെയുള്ള ക്യാമ്പയിനുകൾ വികസിപ്പിച്ചെടുക്കേണ്ടത്. ഓക്കെ, ഇനി എന്താ? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഷുഡ് കൺസിസ്റ്റ് ഓഫ് വെൽ സ്ട്രക്ചർഡ് മീഡിയാസ് mixed to includes the press releases, print, televisions, radios and website. അപ്പോ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ നടത്താൻ പറ്റും. എങ്ങനെയൊക്കെ? വെൽ സ്ട്രക്ചർഡ് ആയിട്ടുള്ള മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട്. ഏതൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന വെൽ സ്ട്രക്ചർഡ് മീഡിയാസ്? പ്രസ് റിലീസസ്, പത്രക്കുറിപ്പുകളും. ഇപ്പൊ പേപ്പറിൽ ന്യൂസ് പേപ്പറിന്റെ കൂടെയൊക്കെ നമുക്ക്
എന്താ ഈ പത്രക്കുറിപ്പുകൾ, ന്യൂസ് പേപ്പറിന്റെ കൂടെ നമുക്ക് പല ആഡ്സുകൾ കാണാൻ പറ്റും. അതുപോലെ പ്രിന്റ് ഈ പത്രത്തിന്റെ കൂടെ തന്നെ നമുക്ക് എന്താണ് ഇപ്പോ ഇന്ന ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് പല നോട്ടീസുകളും വരാറുണ്ട് ഇല്ലേ? കണ്ണ് പരിശോധന ഇന്ന ദിവസം ഈ ഡോക്ടർ എന്താണ് ഈ ഹാളിൽ വെച്ച് നടത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അല്ലെ, കണ്ണ് പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ പല അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും പല ആരോഗ്യ നോട്ടീസുകൾ നമ്മൾ കാണാറുണ്ട് ഇല്ലേ? അതുപോലെ തന്നെ ടെലിവിഷനിലൂടെ, അതുപോലെ തന്നെ റേഡിയോയിലൂടെ പല ആഡ്സുകളും വഴി വെബ് എന്താണ് ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഓൺലൈൻ ആയിട്ടുള്ള രീതിയിലൂടെ നമുക്ക് പല ആഡ്സുകൾ കണ്ട് അത് ഐഡന്റിഫൈ ചെയ്ത് അത് അട്രാക്റ്റീവ് ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇൻ ദ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മീഡിയാസ് എന്ന് പറയുന്നത്. പ്രസ് റിലീസസ്, പ്രിന്റ്, ടെലിവിഷൻ, റേഡിയോ ആൻഡ് വെബ്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. പിന്നെയും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. എന്തൊക്കെയാണ് എലമെന്റ്സ് എന്നുള്ളത് നോക്കി വെക്കാം. അതുപോലെ ഫസ്റ്റ് ലൈനും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അണ്ടർലൈൻ ചെയ്യേണ്ടത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, ആ 2 പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. ബാക്കി മെത്തേഡ്സ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ഓക്കെ, നമ്മുടെ മാർക്കറ്റിംഗ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് എന്താ? ചാപ്റ്റർ 12 ഓഡിറ്റ്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, 114, 140. ഓക്കെ, മാർക്കറ്റിംഗിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? അത്രയും കാര്യങ്ങള് എന്താ മാർക്കറ്റ് റിസർച്ച് എന്താണ്, അതുപോലെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള്,
അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കാം കേട്ടോ. മാർക്കറ്റിംഗ് എന്താണ് ഡെഫിനേഷൻ നോക്കാം. 4 P's, മാർക്കറ്റിംഗ് മിക്സ്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ സ്ട്രാറ്റജീസ്, പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്താണ്, അതിന്റെ എയിം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ പുതിയൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ട സ്റ്റെപ്പുകൾ നമ്മൾ ഒരു 6 എണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. കമേഴ്സ്യലൈസേഷൻ, സ്ക്രീനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ മാർക്കറ്റിംഗിൽ. ഇനി നെക്സ്റ്റ് നോക്കാം, നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 12, ഓഡിറ്റ്. എന്താണ് ഓഡിറ്റ് എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടാവുമല്ലോ ഓഡിറ്റ് അല്ലെ. ഓരോ കമ്പനീസിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഓഡിറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്താണ് ഓഡിറ്റ്? എന്തായിരിക്കാം ഓഡിറ്റ്? അറിയില്ല. എന്താണ് ഓഡിറ്റ്? ഇയർലി ഇൻകം, ചാർട്ടേഡ് അക്കൗണ്ട്സ് ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ, ഓഡിറ്റ് നമുക്ക് നോക്കാം. കണക്കെടുപ്പ്. ഓക്കെ ഓക്കെ, അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ, അപ്പോ നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്താണ്? അതെ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണല്ലേ, കൊച്ചുമോനാണ് അർജിത് ഗോപാൽ അല്ലെ. ഓക്കെ, ക്യാഷ് ഫ്ലോ, ഇൻഫ്ലോ ഒക്കെ. ഓക്കെ ഓക്കെ, അപ്പം നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റ് നടത്തുന്നത് ഈ വരവ് ചെലവ് കണക്കുകളുടെ കാര്യങ്ങൾ മാത്രമല്ല, എന്താണ്, പബ്ലിക്കില് നമ്മുടെ ഹോസ്പിറ്റൽ എത്ര നിലവാരം പുലർത്തുന്നുണ്ട്, എത്ര സ്റ്റാൻഡേർഡ്സ്, ഒരു സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിൽ നമ്മുടെ ഹോസ്പിറ്റൽ എത്തുന്നുണ്ടോ എന്നുകൂടി ചെക്ക് ചെയ്യുന്നതാണ്. ചിലപ്പോ എന്താണ്, പേഷ്യൻസ് കെയർ ആവാം, ഡോക്ടർ ചിലപ്പോ കൊടുക്കുന്ന കെയറിലാവാം, പേഷ്യൻസ് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാവാം. അപ്പൊ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ്സ് ഇവര് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ്സിൽ നമ്മുടെ ഹോസ്പിറ്റലുകൾ ആ നിലവാരത്തിലോട്ട് അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡ്സിലോട്ട് എത്തുന്നുണ്ടോ എന്നുകൂടി ചെക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഡെഫിനിഷൻ നോക്കാം. A systematic and critical assessment of the planning, delivery and evaluation of services with regard to efficiency, effectiveness and quality within given resources. It is assessment of data, documents and resources to inspect performance of systems if meets specified standards. First sentence എന്താണ് നോക്കിയേ? A systematic critical assessment of the planning, delivery and evaluation of services with regard to efficiency, effectiveness and quality with the given resources. അതിന്റെ മീനിങ് ഒന്ന് മിസ് വായിക്കാം. നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇത് വായിച്ചപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്നുകൂടി ഞാൻ വായിക്കാം. നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ഹോസ്പിറ്റലില് ആരൊക്കെയുണ്ട്? ഡോക്ടേഴ്സ് ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, അതുപോലെ തന്നെ നഴ്സുമാരുണ്ട് അല്ലെ. അപ്പൊ അവിടെ കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത്
ക്വാളിറ്റിയുള്ള സർവീസ് ആണ് അല്ലെ, കൊടുക്കുന്നത് ക്വാളിറ്റിയുള്ള സർവീസ് ആണ്. പേഷ്യൻസിന് ക്വാളിറ്റിയോട് കൂടിയ മെഡിസിനുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ടോട്ടൽ ആയിട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഉണ്ട്, മറ്റ് സ്റ്റാഫുകളുണ്ട്, നഴ്സുമാരുണ്ട്, ഇവര് കൊടുക്കുന്ന ക്വാളിറ്റിയുള്ള സർവീസുകള്, പേഷ്യൻസിന് കൊടുക്കുന്ന ക്വാളിറ്റിയുള്ള സർവീസ് മെഡിസിനുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കൂടി ടോട്ടൽ ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും കൃത്യമായിട്ടും ക്രിട്ടിക്കൽ ആയിട്ടും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് എന്ത്, ഓഡിറ്റ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് സെന്റൻസിന്റെ മീനിങ്. കിട്ടിയോ? ഓക്കെ, ഹോസ്പിറ്റലില് ഡോക്ടേഴ്സ് ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, നഴ്സുമാരുണ്ട് അല്ലെ. അപ്പൊ അവിടെ കൊടുക്കുന്ന സർവീസ് എന്താണ്, അവര് കൊടുക്കുന്ന സർവീസിന് ക്വാളിറ്റി ഉണ്ട് അല്ലെ. ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഓരോ ഹോസ്പിറ്റലിലും കെയർ കൊടുക്കുന്നത്. അതുപോലെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ, മെഡിസിനുകൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് ടോട്ടൽ ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും കൃത്യമായിട്ടും ക്രിട്ടിക്കൽ ആയിട്ടും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? അതിന്റെ മീനിങ് ഇത്തിരി നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് 2-3 വട്ടം. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് നോക്കാം. ഇറ്റ് ഈസ് ദ അസസ്മെന്റ് ഓഫ് എ ഡാറ്റ, documents and resources to inspect the performance of systems if meets specified standards. എന്താണ് അതിന്റെ മീനിങ്? ഒന്ന് മിസ് വായിക്കാം. എന്താണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്? നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള രീതിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഡാറ്റകൾ ഉണ്ടാവും അല്ലെ, പല രേഖകള്, ഉറവിടങ്ങള്, അതുപോലെ എന്നിവയുടെ വിലയിരുത്തല്. 3 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഡാറ്റാസ്, ഉറവിടങ്ങള്, രേഖകള് എന്നിവയുടെ വിലയിരുത്തൽ കൂടിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, നമ്മൾ ഓഡിറ്റ് നടത്തുന്നത് എങ്ങനെയാണ്? ഡാറ്റയുടെ സഹായത്തോടു കൂടി പല രേഖകൾ നമ്മൾ അവിടെ പരിശോധിക്കുന്നുണ്ട് അല്ലെ. ഡാറ്റാസ്, അതുപോലെ തന്നെ പല രേഖകളുടെ സഹായത്തോടു കൂടിയിട്ട്, റിസോഴ്സുകളുടെ സഹായത്തോട്, റിസോഴ്സസ് എന്തൊക്കെയാവാം? പേഷ്യൻസ് ആവാം, ഡോക്ടേഴ്സ് ആവാം, നഴ്സുമാരാവാം, പല രീതിയിലുള്ള ഡോക്യുമെന്റ്സ്, രേഖകൾ, ഇതൊക്കെ ആവാം റിസോഴ്സസ് എന്ന് പറഞ്ഞാല്. അപ്പൊ അതിന്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ഓഡിറ്റ് നടത്തുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രേഖകളുടെ സഹായത്തോടു കൂടി, ഡാറ്റയുടെ അല്ലെ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കയറ്റിയിരിക്കുന്ന നമ്മള് ഓരോ കാര്യങ്ങളും ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, ഡാറ്റാബേസിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും എൻട്രി ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതിന്റെ ഡാറ്റയുടെ സഹായത്തോട് കൂടിയിട്ടും രേഖകളുടെ സഹായത്തോട് കൂടിയിട്ടും പല റിസോഴ്സുകളുടെ സഹായത്തോട് കൂടിയിട്ടുമാണ് ഓഡിറ്റ് നടത്തുന്നത്. അതാണ് സെക്കൻഡ് പോയിന്റ്. മനസ്സിലായോ? ആ ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലായോ? ഓക്കെ, ഇനി ഒരു കാര്യം നിങ്ങൾ കുറിച്ച് വെക്കണം. പേഷ്യന്റ് രജിസ്റ്റർ, അതുപോലെ മെഡിക്കൽ റെക്കോർഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. ആ ഇതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. പേഷ്യന്റ് രജിസ്റ്റർ നോക്കിയിട്ടും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ, പേഷ്യന്റ് രജിസ്റ്റർ ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഓഡിറ്റ് നടത്തുന്നത് ഹോസ്പിറ്റലുകളിൽ. അതും കൂടി ഒന്ന് കുറിച്ച് വെക്കാം കേട്ടോ അവിടെ. ഡെഫിനേഷൻ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓഡിറ്റ് എന്താണ് എന്നുകൂടി ഒന്ന് പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കി, ഇൻ ഹെൽത്ത് കെയർ ഈസ് എ process used by health professionals to estimate, evaluate, and refine care of patients in a systematic way. Audit calculates current practice against a defined standards. It belongs to clinical governance, which aims at safeguarding the high quality of clinical care for patients. എന്താ പറയുന്നത്? In health care is a process which by health professionals to estimate, evaluate, and refine care of patients in a systematic way.
അപ്പൊ എന്താണ് പറയുന്നത്? ഈ ഹെൽത്ത് കെയർ എന്നത് ചിട്ടയായ രീതിയിൽ രോഗികളെ പരിചരിക്കാനായിട്ടും ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും പരിഷ്കരിക്കാനായിട്ടും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഉപാധിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് സെന്റൻസിന്റെ അർത്ഥമാണ് പറഞ്ഞത്. ഹെൽത്ത് കെയർ എന്നത് എന്താണ്? ചിട്ടയായ രീതിയിൽ രോഗികളെ പരിചരിക്കാനായിട്ടും വിലയിരുത്താനായിട്ടും ആ പരിചരണം കണക്കാക്കാനായിട്ട് ട്ടോ. രോഗികളുടെ പരിചരണം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് പറയാം കേട്ടോ. ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പൊ ഹെൽത്ത് കെയർ എന്ന് സെക്കൻഡ് പോയിന്റിൽ ഓഡിറ്റ് കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് സെന്റൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഹെൽത്ത് കെയർ ഈസ് എ പ്രോസസ് യൂസ്ഡ് ബൈ ഹെൽത്ത് പ്രൊഫഷണൽസ് ടു എസ്റ്റിമേറ്റ്, ഇവാലുവേറ്റ് ആൻഡ് റിഫൈൻ കെയർ ഓഫ് എ പേഷ്യൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ. അതിന്റെ മീനിങ് ആണ് പറഞ്ഞത്. ഹെൽത്ത് കെയർ എന്നത് ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണം കണക്കാക്കുന്നതിനും വിലയിരുത്തുന്നതിനും ഇവാലുവേറ്റ് ചെയ്യുന്നതിനും പരിഷ്കരിക്കുന്നതിനും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ ഉപാധിയാണ് എന്ത്? ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഓഡിറ്റ് എങ്ങനെയാണ് അത്? ഇപ്പോ കറണ്ട് പെർഫോമൻസ് അല്ലെ, ഓഡിറ്റ് കാൽക്കുലേറ്റ്സ് കറണ്ട് പ്രാക്ടീസ് അഗെയിൻസ്റ്റ് ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ് ബിലോങ്ങിങ്സ് ടു ക്ലിനിക്കൽ ഗവേണൻസ് which aims at safeguarding high quality of the clinical care of patients. Current performance, current standards achieve ചെയ്യുന്നുണ്ടോ? നമ്മൾ പറഞ്ഞിരുന്നു ഓരോ ഹോസ്പിറ്റലും ഇത് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിൽ അവർ എത്തുന്നുണ്ടോ? എങ്ങനെയാണ് സ്റ്റാൻഡേർഡ്സ് നോക്കുന്നത്? ഡോക്ടേഴ്സ് കൊടുക്കുന്ന പരിചരണത്തിലൂടെയാവാം, അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുണ്ടോ, എന്താണ് സർവീസ്, അവിടെ രോഗികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആയാലും അതുപോലെ തന്നെ മറ്റു പല കെയറിംഗ് ആയാലും എന്തെങ്കിലും നല്ല രീതിയിൽ ക്വാളിറ്റിയോടെയാണ് അവർ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ്സ് ഹോസ്പിറ്റലുകൾക്ക് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിൽ അവർ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. The aim at safeguarding high quality of clinical care of patients. അല്ലെ, നല്ല രീതിയിൽ ക്ലിനിക്കൽ കെയർ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്നുണ്ടോ എന്നതാണ് എയിം എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള ഒരു എയിം, ഓഡിറ്റിന്റെ എയിം എന്ന് പറഞ്ഞാല് രോഗികൾക്ക്, അവിടെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് നല്ല രീതിയിലുള്ള ഒരു ക്ലിനിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഓഡിറ്റിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡിലോട്ട് അവർക്ക് അത് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇനി എന്തെങ്കിലും ഇപ്പോ ക്ലിനിക്കൽ കെയറിലോ അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള കെയർ ഒക്കെ ഇത്തിരി നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്? ചിലപ്പോൾ ക്ലിനിക്കൽ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റുകൾ ഹോസ്പിറ്റലുകൾക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ അതും ഈ ഓഡിറ്റിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓഡിറ്റ് വഴി ഓരോ മേഖലകളും ചെക്ക് ചെയ്തുകൊണ്ട് എവിടെയാണ് ലോ ആയിട്ടുള്ളത് അത് നോക്കിക്കൊണ്ട് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഓഡിറ്റ് 2 പാരഗ്രാഫാണ് എടുത്തത്. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു നോക്കാം. പോയിന്റ് അല്ലേ? ഫസ്റ്റ് ഡെഫിനിഷനിൽ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. A systematic and critical assessment of a planning, delivery and evaluation of a service with regard to efficiency, effectiveness and quality within given resources. കുറച്ച് എഴുതി വെക്കാൻ പറഞ്ഞല്ലേ? ഓക്കെ. ആ പോയിന്റ് പറയാം.
patient register and medical records. Okay, patient register, medical records use ചെയ്തുകൊണ്ട് ഓഡിറ്റ് നടത്തുന്നുണ്ട്. ഓക്കെ, അതും കൂടി ഒന്ന് എഴുതി വെക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഷ്യന്റ് രജിസ്റ്ററും മെഡിക്കൽ റെക്കോർഡ്സും യൂസ് ചെയ്തുകൊണ്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.